ആരാണ് സെൻട്രി? മാർവലിന്റെ സൂപ്പർമാൻ എന്ന് വിളിക്കപ്പെടുന്ന സെൻട്രി മാർവൽ സ്റ്റുഡിയോസിന്റെ തണ്ടർബോൾസ് എന്ന മൂവിയിൽ പ്രത്യക്ഷപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സെൻട്രി ആരാണെന്നും സെൻട്രിയുടെ ഒറിജിനും പവേഴ്സും ഒക്കെ എന്താണെന്നും അറിയാനായിട്ട് ഈ വീഡിയോ ഫുള്ള് കാണുക. നിങ്ങൾ ഇതുവരെയും എന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്ത് വെച്ചേക്കുക. ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് എനേബിൾ ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക. സോ നമുക്ക് സെൻട്രിയുടെ ഒറിജിൻ സ്റ്റോറിയിലേക്ക് പോകാം. 2000 പുറത്തിറങ്ങിയ സെൻട്രി എന്ന കോമിക്സിന്റെ ഒന്നാമത്തെ ഇഷ്യൂവിലാണ് സെൻട്രി ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെടുന്നത്. റോബർട്ട് ബോബ് റെനോൾസ് എന്നാണ് സെൻട്രിയുടെ യഥാർത്ഥ പേര്. ഒരു ദിവസം രാത്രി വോയിഡ് വരുന്നു എന്ന് പറഞ്ഞ് ബോബ് ഉറക്കത്തിൽ നിന്നും ഞെട്ടി ഉണരുകയാണ്. ബോബ് തന്റെ വീട്ടിലെ താഴത്തെ നിലയിലെ ബുക്ക് ഷെൽഫിൽ നിന്നും ഒരു ബുക്ക് എടുക്കുന്നു. ആ ബുക്കിനകത്ത് ഒരു കുപ്പിയിൽ ഒരു പ്രത്യേക തരം സെറം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ആ കുപ്പി കയ്യിലെടുക്കുന്നതോടെ ബോബിന് പഴയ ഒരു മെമ്മറി ഓർമ്മയിലേക്ക് വരികയാണ്. അതായത് 1947 യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓപ്പറേഷനും കാനഡയുടെ ഡിപ്പാർട്ട്മെന്റ് കെയും ചേർന്നിട്ട് ഒരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ആ പ്രോജക്റ്റിന്റെ പേരാണ് പ്രോജക്ട് സെൻട്രി. പ്രൊഫസർ കോർണേലിയസിന്റെ സഹായത്തോടെ അവർ ഈ ഒരു സെറം ഉണ്ടാക്കിയെടുക്കുന്നു. ക്യാപ്റ്റൻ അമേരിക്കയ്ക്ക് നൽകിയ സൂപ്പർ സോൾജർ സെറം കൂടുതൽ അപ്ഗ്രേഡ് ചെയ്ത് അതിനെ 10 മടങ്ങ് പവർഫുൾ ആയിട്ട് മാറ്റിയിരിക്കുകയാണ്. സൂപ്പർ സെൻട്രി സെറം എന്നാണ് ആ സെറത്തിന്റെ പേര്. അങ്ങനെ ഇരിക്കെ ഒരിക്കൽ ആ സെറം സൂക്ഷിച്ചു വെച്ചേക്കുന്ന ലാബിലേക്ക് എത്തപ്പെട്ട ബോബ് ആ സൂപ്പർ സെൻട്രി സെറം എടുത്തു കുടിക്കുകയാണ്. സെറം കുടിച്ചതോടെ ബോബിന്റെ ബോഡിയിലെ എല്ലാ മോളിക്യൂൾസും തന്റെ പാസ്റ്റും പ്രസന്റും ഫ്യൂച്ചറുമായിട്ട് ലിങ്ക് ആവുകയാണ്. മാത്രമല്ല ബോബിന്റെ മൈൻഡിനെയും ആ സെറം നന്നായിട്ട് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതോടെ ബോബിന് മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന ഡിസീസ് പിടിപെടുകയാണ്. അതെ, അന്യൻ സിനിമയിലെ അന്യൻ അമ്പി റെമോയെ പോലെയൊക്കെ. ഇവിടെ ബോബിന്റെ ബോഡിയിലുള്ള ഒരാൾ റോബർട്ട് ബോബ് റെനോൾസും മറ്റൊരാൾ സെൻട്രിയും ഒരാൾ വോയിഡുമാണ്. റോബർട്ട് റെനോൾസ് ഒരു നോർമൽ ഹ്യൂമൻ ആണ്. സെൻട്രി സൂപ്പർമാനെ പോലെ ഒരു സൂപ്പർ ഹീറോ ആണ്. വോയിഡ് ബോബിന്റെ തന്നെ ഒരു നൈറ്റ്മെയർ ആണെന്ന് പറയാം. ബോബിന്റെ ദുസ്വപ്നങ്ങളാണ് വോയിഡ് ആയിട്ട് മാറുന്നത്. സെൻട്രിയും വോയിഡും ബോബിന്റെ ബോഡിയിലുണ്ടെന്ന് ബോബിന് അറിയത്തില്ല. സെൻട്രിക്കാണെങ്കിൽ ബോബും വോയിഡും തന്റെ ബോഡിയിലുണ്ടെന്നും അറിയത്തില്ല. എന്നാൽ വോയിഡിന് ബോബിനെയും സെൻട്രിയെയും പറ്റി അറിയാം. ഇങ്ങനെയുള്ള ചില ഓർമ്മകൾ ബോബിനെ അലട്ടുന്നതുകൊണ്ട് തന്നെ താൻ മറന്നു പോകുന്ന ഓർമ്മകൾ വീണ്ടെടുക്കാനായിട്ട് ബോബ് ആ ബുക്കിലുണ്ടായിരുന്ന ബോട്ടിലെ സെറം മൊത്തം കുടിക്കുന്നു. പെട്ടെന്ന് തന്നെ വോയിഡ് അവിടെ പ്രത്യക്ഷനായിട്ട് ബോബിനോട് പറയുവാണ്, ഈ ലോകം മൊത്തം ഞാൻ നശിപ്പിക്കും, നിന്നെയും ഞാൻ ഇല്ലാതാക്കും എന്നൊക്കെ. അത് കേട്ട ബോബ് ഇതെല്ലാം തോന്നലാണ്, ഇതൊന്നും സത്യമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവശനായിട്ട് വീഴുന്നു. പെട്ടെന്ന് ബോബിന്റെ വൈഫ് വന്ന് നോക്കുമ്പോൾ ബോബ് അവശനായിട്ട് കിടക്കുന്നതാണ് കാണുന്നത്. അത് മാത്രമല്ല ബോബിന്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു കുപ്പി കൂടെ കിടക്കുന്നത് കണ്ടതോടെ അവള് ബോബിനോട് പറയുവാണ്, ബോബ് നീ വീണ്ടും മദ്യം കുടിക്കാൻ തുടങ്ങിയല്ലേ, ഇനി ഞാൻ ഇവിടെ നിൽക്കുന്നില്ല, ഞാൻ പോവുകയാണ്. അങ്ങനെ ബോബിന്റെ ഭാര്യ ബോബിനെ വിട്ട് അവിടെ നിന്നും പോകുന്നു. പിന്നീട് ബോധം വന്ന ബോബ് തന്റെ വീട് വിട്ട് അവശതയോടെ വെളിയിലേക്ക് നടക്കുകയാണ്. പെട്ടെന്ന് തന്നെ ക്യാപ്റ്റൻ അമേരിക്ക ലീഡ് ചെയ്യുന്ന ദ ന്യൂ അവഞ്ചേഴ്സ് എന്ന ടീം ബോബിന്റെ പക്കലേക്ക് എത്തുന്നു. അവരോട് ബോബ് ചോദിക്കുവാണ്, നിങ്ങളൊക്കെ ആരാണ്, നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്നൊക്കെ. അപ്പോൾ ബോബിനോട് എമ്മ ഫ്രോസ്റ്റും റീഡ് റിച്ചാർഡ്സും പറയുവാണ്, ഞങ്ങള് ആരാണെന്ന് നിനക്കറിയില്ലേ, അവഞ്ചേഴ്സിനെ നീ ഒരുപാട് തവണ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, അവർക്ക് വേണ്ടി ഒരുപാട് വില്ലന്മാരെ നീ ഡിഫീറ്റ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ. എന്നിട്ട് അവർ ഒരു കാര്യം കൂടി ബോബിനോട് പറയുന്നുണ്ട്, നീ സെൻട്രി എന്നാണ് അറിയപ്പെടുന്നത്. ബോബിനാണെങ്കിൽ ഒന്നും മനസ്സിലാകുന്നില്ല. പെട്ടെന്ന് തന്നെ ബോബിന്റെ ബോഡിയിൽ നിന്നും വോയിഡ് പ്രത്യക്ഷപ്പെടുന്നു. വോയിഡ് അവഞ്ചേഴ്സിനെ ആക്രമിക്കാൻ ശ്രമിക്കുമ്പോൾ ഡോക്ടർ സ്ട്രേഞ്ച് വന്നിട്ട് എമ്മ ഫ്രോസ്റ്റിനെയും റീഡ് റിച്ചാർഡ്സിനെയും അതേപോലെ തന്നെ ബോബിനെയും ഒരു ഷീൽഡ് ഉപയോഗിച്ച് പ്രൊട്ടക്ട് ചെയ്യുന്നു. ഈ സമയത്ത് ബാക്കിയുള്ള അവഞ്ചേഴ്സ് വോയിഡുമായിട്ട് ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് എമ്മ ഫ്രോസ്റ്റ് ബോബിന് സെൻട്രിയെ പറ്റിയുള്ള തന്റെ ഓൾഡ് മെമ്മറീസ് ബോബിന് മുന്നിൽ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നു. അതോടെ ബോബിന് താൻ ആരാണെന്നും സെൻട്രി ആരാണെന്നുമൊക്കെ അത്യാവശ്യം മനസ്സിലാവുകയാണ്. പിന്നീട് ബോബ് ആ സെറം ഉണ്ടാക്കിയ പ്രൊഫസറിനെ കാണാൻ പോകുന്നുണ്ട്. പ്രൊഫസർ അവിടെ വെച്ച് ബോബ് അഥവാ സെൻട്രിയോട് പറയുവാണ്, അതായത് നീ കുടിച്ച സെറം നിന്റെ മൈൻഡിനെ ഓൾട്ടർ ചെയ്തേക്കുവാണ്, നിനക്കാണെങ്കിൽ 10 മില്യൺ എക്സ്പ്ലോഡിംഗ് സണ്ണിന്റെ പവർ ഉണ്ട് എന്നൊക്കെ. സോ അങ്ങനെ ബോബിന് മനസ്സിലാവുകയാണ് തന്റെ ബോഡിയിൽ സെൻട്രിയും വോയിഡും ഉണ്ടെന്ന്.
അങ്ങനെ തന്റെ പവേഴ്സിനെ കൺട്രോൾ ചെയ്യാനായിട്ടും വോയിഡ് തന്നെ മൊത്തത്തിൽ കൺട്രോൾ ചെയ്യാതിരിക്കാനുമായിട്ട് ബോബ് റെനോൾഡ്സ് അഥവാ സെൻട്രി ദ ന്യൂ അവഞ്ചേഴ്സ് എന്ന ടീമിൽ ജോയിൻ ചെയ്യുന്നു. സൂപ്പർ ഹ്യൂമൻ സ്ട്രെങ്ത്, സൂപ്പർ ഹ്യൂമൻ സ്പീഡ്, സൂപ്പർ ഹ്യൂമൻ സെൻസസ്, സൂപ്പർ ഹ്യൂമൻ ഇന്റലിജൻസ്, എനർജി പ്രൊജക്ഷൻ, മോളിക്കുലാർ മാനിപ്പുലേഷൻ, ബയോകെനസിസ്, ടെലിപ്പോർട്ടേഷൻ, ഹീലിംഗ് ഫാക്ടർ എന്നിങ്ങനെ ഒരുപാട് പവേഴ്സ് സെൻട്രിക്കുണ്ട്. സോ ഗൈസ്, ഇതൊക്കെയാണ് സെൻട്രിയുടെ ഒറിജിനും പവേഴ്സും എബിലിറ്റീസും ഒക്കെ. എനിക്ക് പറ്റുന്നത് പോലെ ഈ വീഡിയോ പൂർത്തിയാക്കാൻ ശ്രമിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മാർവൽ കോമിക്സിലെ മറ്റ് ക്യാരക്ടേഴ്സിനെ പറ്റി നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ മറക്കാതെ ഒന്ന് കമന്റ് ചെയ്താൽ മതി. എന്തായാലും എന്നെ കൊണ്ട് പറ്റുന്നത് പോലെ ആ വീഡിയോസ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. സോ ഗൈസ്, ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.